ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. ബഹുമാന്യരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാൻ അവസരം നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാ. സ്വലാത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അല്പം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്വലാത്തിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നല്ലാഹ വ മലായികതിഹി യസ്ലൂന അലൻ നബിയ്യ്. നിശ്ചയം അള്ളാഹുവും മലക്കുകളും മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ഇതുമാത്രം മതി സ്വലാത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ. കാരണം സ്വലാത്തിനെ കൂടാതെ മറ്റൊരു അമലും ഞാൻ ചെയ്യുന്നുണ്ടെന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല. തീർന്നില്ല. സർവ്വ അമലുകൾക്കും സ്വീകാര്യതയും അസ്വീകാര്യതയും എന്നീ 2 ഓപ്ഷനുണ്ട്. ഇഖ്ലാസ് അനുസരിച്ച് അത് തീരുമാനിക്കപ്പെടും. എന്നാൽ സ്വലാത്തിന് സ്വീകാര്യത എന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് പണ്ഡിതപക്ഷം. അഥവാ സ്വലാത്തിന് ഇഖ്ലാസ് നിർബന്ധമില്ല, നിഷ്കളങ്കത കൊണ്ടാവലാണ്. നല്ലതെങ്കിലും തമാശക്കോ റിയായിനോ വേണ്ടി എന്നാലും സ്വലാത്ത് സ്വീകരിക്കപ്പെടും. സ്വലാത്തിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ച് ഒട്ടനേകം ഹദീസുകൾ പ്രതിപാദിക്കുന്നുണ്ട്. ഉഖ്റവിയായ 70%, ദുന്യവിയായ 30% കാര്യങ്ങൾ സ്വലാത്ത് മുഖേന പരിഹരിക്കപ്പെടും എന്ന ഒരു തിരു ഹദീസ് ആണ് അതിൽ ഒന്ന്. അഥവാ 2 ലോകവും വിജയിക്കും എന്ന് അർത്ഥം. മാത്രമല്ല, നാളെ സ്വർഗ്ഗലോകത്ത് എൻ്റെ ഏറ്റവും അടുത്ത സീറ്റുകാരൻ എൻ്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവൻ ആയിരിക്കും എന്നാണ് മറ്റൊരു തിരുമൊഴി. ഒരു ദിനം പ്രഭാതത്തിൽ പതിവിലേറെ പുഞ്ചിരി തൂകുന്ന പുണ്യ നബിയെ കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്തേ തിരുനബിയെ ഇന്ന് വല്ലാത്ത മുഖപ്രസന്നത? തിരുനബി പറഞ്ഞു, ഇന്നലെ രാത്രി റബ്ബ് എനിക്ക് ദിവ്യ സന്ദേശം തന്നു. ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു 10 നന്മകൾ രേഖപ്പെടുത്തുകയും 10 ദോഷങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. തിരുനബിയെ സന്തോഷിപ്പിച്ച ഈ വിഷയത്തിൽ നാം ഒരിക്കലും പിന്നിലായിക്കൂടാ. സ്വലാത്ത് കൊണ്ട് നന്മകൾ ഇരട്ടിപ്പിക്കപ്പെടുകയും ദോഷങ്ങൾ മായ്ക്കപ്പെടുകയും റബ്ബിൻ്റെ പുണ്യനബിയുടെയും പ്രീതി ലഭ്യമാവുകയും മലായിക്കത്തിൻ്റെ പ്രാർത്ഥന കിട്ടുകയും കടങ്ങൾ വീട്ടപ്പെടുകയും മഴ വർഷിപ്പിക്കപ്പെടുകയും ആപത്തുകളെ ഇല്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. കൂടാതെ മരണസമയം മുത്തുനബിയുടെ സഹായവും ഖബറിൽ സുരക്ഷയും സിറാത്തിൽ പിടിവള്ളിയും ഹൗദുൽ കൗസർ പാനഭാഗ്യവും സ്വർഗീയ പ്രവേശവും അടക്കമുള്ള നിരവധി നേട്ടങ്ങളും സ്വലാത്ത് മുഖേന ലഭിക്കുമെന്നിരിക്കെ നാം ഒരിക്കലും സ്വലാത്ത് വിഷയത്തിൽ മടിയന്മാർ ആവരുത്. ഒരു സ്വലാത്ത് വിഷയം അയവിറക്കി ഞാൻ അവസാനിപ്പിക്കാം. പുണ്യ മദീനത്ത് തിരുനബിയുടെ ശിഷ്യഗണങ്ങളിൽ നിർത്താതെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്വഹാബിയുണ്ടായിരുന്നു. ഏതു സമയത്തും ആ അധരങ്ങൾ സ്വലാത്ത് കൊണ്ട് തത്തിക്കളിക്കുമായിരുന്നു. ജൂതജനതയ്ക്ക് ഇത് അത്ര പിടിച്ചില്ല. കാട്ടിലെ വിറകുവെട്ടി നാട്ടിൽ വിറ്റു ജീവിക്കുന്ന ആ പാവം സ്വഹാബി ഒരു ദിനം കാട്ടിൽ പ്രവേശിച്ചതും ജൂതകിങ്കരർ വളഞ്ഞു മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന നിന്റെ നാവ് ഞങ്ങൾ അരിയുമെടാ എന്ന് ആക്രോശിച്ച് ആ പരിശുദ്ധ നാവ് അവർ അരിഞ്ഞെടുത്തു. അത്യധികം ദുഃഖിതനായി രക്തം പുരണ്ട നാവും കയ്യിൽ പിടിച്ച് സ്വഹാബി തിരുസന്നിധിയിൽ എത്തി. ഇനി ഞാൻ എങ്ങനെ തിരുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലും എന്നായിരുന്നു സ്വഹാബിയുടെ സങ്കടം. തിരുനബി അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. ശേഷം അല്പം ഉമിനീർ പുരട്ടി ആ വിശുദ്ധ നാവ് ഫിറ്റ് ചെയ്തു കൊടുത്തു. സ്വലാത്തിൻ്റെ കറാമത്തും തിരുനബിയുടെ മുഅ്ജിസത്തും മൂലമുണ്ടായ ആ മഹാഭാഗ്യത്തിൽ സ്വഹാബി സന്തോഷക്കണ്ണീർ വാർക്കുകയുണ്ടായി. നോക്കൂ സ്വലാത്തിൻ്റെ മഹത്വം. ഉബയ്യ് ബിൻ കഅബ് തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, നബിയെ, ഒരു ദിവസത്തിൻ്റെ 1/4 അങ്ങയുടെ മേൽ സ്വലാത്തിനായി ഞാൻ നീക്കിവെക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കൂടുതൽ ആക്കിയാൽ നിങ്ങൾക്ക് അത്രയും ഹൈറായിരിക്കും. ഇത് കേട്ട കഅബ് തങ്ങൾ ആദ്യം പറഞ്ഞത് തിരുത്തി, ഒരു ദിനത്തിൻ്റെ പകുതി സമയം ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാനായി നീക്കിവെക്കും. അപ്പോഴും തിരുനബി പറഞ്ഞത് വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് അത്രയും ഹൈറ് എന്ന് തന്നെയായിരുന്നു. അവസാനം ദിവസം മുഴുവൻ സമയങ്ങളും സ്വലാത്ത് ചൊല്ലാം എന്ന വാഗ്ദാനത്തിലെത്തി കഅബ് തങ്ങൾ. നോക്കൂ കഅബ് തങ്ങളുടെ സ്വലാത്ത് സ്നേഹം. അതിൻ്റെ പ്രതിഫലവും പ്രാധാന്യവും അറിഞ്ഞുകൊണ്ടാണല്ലോ ആ മഹാൻ ആ വിധം പ്രതിജ്ഞ എടുത്തത്. കഅബ് തങ്ങളുടെ അത്ര ഇല്ലേലും ദിവസേന പരമാവധി പതിവാക്കാൻ നാം ശ്രമിക്കണം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം. കാരണം ഇതര ദിനങ്ങളിൽ മലക്കുകളാണ് സ്വലാത്ത് റൗളയിൽ എത്തിക്കുന്നതെങ്കിൽ വെള്ളിയാഴ്ച ദിവസം എനിക്ക് ഒരു വസീലയും കൂടാതെ നേരിട്ട് എത്തും എന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ട്. സ്വലാത്തിലൂടെ തിരുനബിയിലേക്ക് അടുക്കാനും തിരുനബിയുടെ സ്വർഗ്ഗലോകത്ത് കടക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.